ഹായ്, ഞാൻ വൈശാഖ്, സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റാണ്. നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് സ്റ്റക്ക് ആവാറുണ്ടോ? വാക്കുകൾ റിപ്പീറ്റായി പറയാറുണ്ടോ? ചിലപ്പോൾ ഒരു വാക്ക് തന്നെ നീണ്ടു പോകാറുണ്ടോ? ഇങ്ങനെയൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്റ്റട്ടറിങ്ങിൻ്റെ ഒരു ലക്ഷണമാവാം. സ്റ്റട്ടറിങ് പല കാരണങ്ങളായിട്ട് വരാം. ചിലപ്പോൾ അത് പാരമ്പര്യമാവാം, ചിലപ്പോൾ ഒരു എൻവയോൺമെൻറ്റ് സ്ട്രെസ് ആവാം, അല്ലെങ്കിൽ ഒരു ന്യൂറോളജിക്കൽ റീസൺ കൊണ്ടും സ്റ്റട്ടറിങ് വരാം. സ്റ്റട്ടറിങ് ഒരു സ്പീച്ച് ഫ്ലുവൻസി ഡിസോർഡറാണ്. ഇത് മെയിനായിട്ട് നമ്മുടെ സംസാരത്തിൽ ഡിസ്റപ്ഷൻസ് അഥവാ തടസ്സങ്ങൾ കൊണ്ടുവരും. സ്റ്റട്ടറിങ് 3 ടൈപ്പിലാണുള്ളത്: ബ്ലോക്സ്, പ്രൊലോങ്ങേഷൻസ് ആൻഡ് റിപ്പീറ്റേഷൻസ്. ബ്ലോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഇടയിൽ പെട്ടെന്ന് ബ്ലോക്കായി പോവാം. ഫോർ എക്സാമ്പിൾ, എൻ്റെ പേര്, അപ്പോൾ നമ്മൾ ചെറിയൊരു ബ്ലോക്ക് കണ്ടോ, അപ്പോൾ അങ്ങനെ സ്റ്റക്കായി പോവും. പിന്നെ റിപ്പീറ്റേഷൻസ്, അതായത് എൻ്റെ പേര്, അപ്പോൾ അതൊരു റിപ്പീറ്റേഷനായി വന്നു. പിന്നെ പ്രൊലോങ്ങേഷൻ, നമ്മൾ ആദ്യത്തെ അക്ഷരം, ആ ഒരു വേർഡിൻ്റെ ആദ്യത്തെ അക്ഷരം നമ്മൾ ഇത് പ്രൊലോങ് ചെയ്തിട്ട് പറയാം. എൻ്റെ പേര്, അങ്ങനെ. അപ്പോൾ ഒരു പ്രൊലോങ് ആയിട്ട് നമുക്ക് കണ്ടുവരും. ഇതാണ് സ്റ്റട്ടറിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. ഇത് നമ്മുടെ കോൺഫിഡൻസ്, സെൽഫ് എസ്റ്റീം ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ ഒക്കെ ബാധിക്കാം. നമ്മളൊരു സിറ്റുവേഷനിൽ കയറി ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കുമ്പോൾ അത് നമ്മൾ പല ഇൻട്രാക്ഷൻസും ഒഴിവാക്കാനായി നമ്മൾ പ്രേരിപ്പിക്കുന്നു. ഒക്ടോബർ മാസം സ്റ്റട്ടറിങ് അവയർനെസ് മന്തായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, സ്റ്റട്ടർ ചെയ്യുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മൾ അവർക്ക് മാക്സിമം അവരെ ഒഴിവാക്കാണ്ട് നമ്മളവരെ ചേർത്ത് പിടിച്ച് അവർക്ക് എന്താണ് അവരുടെ ഇഷ്യൂ എന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുത്ത് അതിൻ്റെ സിവിയറിറ്റി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ അടുത്ത് നമ്മൾ സജസ്റ്റ് ചെയ്യാം. അതാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്.